പെൺകുട്ടിയുടെ പ്രേരണയിലാണ് ഇവർ വരുന്നത്. പൈസയും അപഹരിക്കാന്നുള്ളൊരു പ്ലാനോട് കൂടിയാണ് ബോയ് ഫ്രണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നത്. അതുകൂടാതെ ഈ പെൺകുട്ടി ഇദ്ദേഹം ബാഡ് ടച്ച് ചെയ്തിട്ടൊക്കെ ഇയാളോട് പറഞ്ഞിട്ട് ഒരു റിവെഞ്ചിൻ്റെ ഒരു ആംഗിൾ കൂടി ഇതിൽ വരുന്നുണ്ട്. അപ്പം ആ കുട്ടീനോട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ എല്ലാം ചോരയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് ചോരയാണോ എന്ന് നോക്കി ചെല്ലുമ്പം ആ ഡൈനിങ് ടേബിളിൻ്റെ ഒരു സൈഡിലായിട്ട് ഇദ്ദേഹത്തെ കയ്യും കാലും ഒക്കെ കെട്ടി പെടലിയൊക്കെ വരിഞ്ഞ് മുറുക്കി തുടയെല്ലാം കെട്ടി ഇട്ടിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആലപ്പുഴ കരുവാറ്റയിൽ നാടിനെ നടുക്കിയ ഒരു സംഭവം നിങ്ങളെല്ലാവരും കേട്ടു കാണും. 65 വയസ്സോളം പ്രായം വരുന്ന മുത്തച്ഛനെ കൊച്ചുമകൾ കൊട്ടേഷൻ നൽകിയിട്ട് കാമുകനും അതുപോലെ തന്നെ 2 കൗമാരക്കാരും ചേർന്നുകൊണ്ട് കട്ടിലിൽ ബന്ധിച്ച് കൊലപ്പെടുത്തിയെന്ന് പറയുന്ന അതിദാരുണമായ ഒരു സംഭവം. നമുക്ക് സിനിമയിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽപ്പെട്ട ഒരു കൊട്ടേഷൻ. 13 വയസ്സുള്ള കൊച്ചുമകളാണ് അവരുടെ കാമുകന് ഇത്തരത്തിൽപ്പെട്ട ഒരു കൊട്ടേഷൻ കൊടുക്കുന്നത്. കൊട്ടേഷന് പ്രത്യേകിച്ച് നിബന്ധനകളുമുണ്ട്. കാരണം കൊലപ്പെടുത്തുന്നത് ലൈവായിട്ട് വീഡിയോയിൽ ഈ കാമുകനും അതുപോലെ തന്നെ അവരുടെ സുഹൃത്തുക്കളും ഈ കൊച്ചുമകൾക്ക് 13 വയസ്സുള്ള മകൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും ഞെട്ടിപ്പോകുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ കൊല്ലം പറവൂർ സ്വദേശിയായ ശിവൻകുട്ടി എന്ന് പറയുന്ന മനുഷ്യൻ കരുവാറ്റയിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ ഈ 13 വയസ്സുള്ള കൊച്ചുമകളും ഇദ്ദേഹത്തോടൊപ്പം തന്നെയാണ് താമസിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ മകളും അവിടെ തന്നെയാണ് താമസം. പക്ഷേ മകളുടെ പ്രസവത്തിനായിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോയ അന്ന് രാത്രിയാണ് കാമുകനെ ഈ 13 വയസ്സുകാരി അങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത്. അതിനുശേഷം ഇവർ രാത്രി അവിടെ എത്തിയ ശേഷം ഓട് പൊളിച്ചിട്ടാണ് അകത്തേക്ക് കടക്കുന്നത്. ഓട് പൊളിച്ച് അകത്ത് കടന്ന ശേഷം ഈ വയോധികനെ കട്ടിലിൽ ബന്ധിക്കുകയായിരുന്നു ആദ്യം ചെയ്തത്. അതിനുശേഷം ബെഡ്ഷീറ്റും അതുപോലെ തന്നെ തലയുടെയും എല്ലാം ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത്. നിങ്ങൾ ആലോചിക്കണം, കൗമാരക്കാരാണ്, അതേ സമപ്രായക്കാരാണ് എല്ലാവരും. ആർക്കും തന്നെ വലിയ വയസ്സൊന്നുമില്ല. 16 വയസ്സ് 13 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നുള്ളതാണ്. അതിനുശേഷം കൊല നടത്തിയ ശേഷം അവർ കൊല്ലത്തേക്ക് ട്രെയിൻ കയറി പോവുകയും ചെയ്തു. പോകുന്ന സമയത്ത് അവർ സ്വർണവും അതുപോലെ തന്നെ അവിടെ നിന്നുള്ള പണവും അപഹരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ പണം കൊണ്ടുപോയത് 13 വയസ്സുള്ള ഈ കൊച്ചുമകൾക്ക് ഐഫോൺ വാങ്ങണം, അതുപോലെ തന്നെ കൂട്ടുകാർക്ക് വാഹനം വാങ്ങാൻ വേണ്ടിയിട്ടുമാണ് ഈ പണം അപഹരിക്കുന്നത്. ആ പണം വെച്ച അളമാറയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇതിനു മുന്നേ തന്നെ കൊച്ചുമകൾ അവരുടെ കാമുകന് വളരെ റെഡിയായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ റൂട്ട് മേപ്പർ അടക്കം പറഞ്ഞു കൊടുക്കുകയും എല്ലാം ചെയ്തിരുന്നു. സംഭവ സ്ഥലത്തെത്തിയ ആൾക്കാർ തീർച്ചയായിട്ടും ഈ സംഭവം പിറ്റേന്ന് രാവിലെയാണ് വീട് അടഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞ് സമീപവാസികളെ വിളിച്ചു വരുത്തിയിട്ട് ഒന്നും നടക്കാത്ത പോലെ അഭിനയിക്കുകയാണ്. കൊല നടത്തിയ ശേഷം തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുളക് പൊടി അവിടെ എല്ലാം വിതറുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് നായ്ക്ക് മണം പിടിക്കാൻ വേണ്ടി സാധിച്ചില്ല. നിങ്ങൾ നോക്കണം എത്രമാത്രം പ്ലാൻഡ് ആയിട്ടാണ് കൊല നടത്തിയത്. കയ്യറുകളെല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് കൊല നടത്തിയിരിക്കുന്നത്. ആർക്കും പെട്ടെന്ന് യാതൊരു സംശയം തോന്നാത്ത ഒരു രീതിയിലായിരുന്നു. സമീപവാസികൾ പറയുന്നത് കേട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പോവാം വീഡിയോയിലേക്ക്. കുട്ടിയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പിന്നീട് കുട്ടിയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ കൊല്ലത്ത് പരവൂരിലുള്ള 2-3 കുട്ടികളുടെ സുഹൃത്തുക്കൾ ഇതിനകത്ത് കൃത്യമായ പങ്കാളികളാണ് എന്നുള്ളത് പോലീസിന് വൈകുന്നേരത്തോടുകൂടി മനസ്സിലാകുന്നതും ഈ മരണപ്പെട്ട ശിവൻകുട്ടിയുടെ ബന്ധുവായിട്ടുള്ള 13 വയസ്സുകാരി കുട്ടിയും ഇതിനകത്ത് പങ്കാളിയാണ് എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. അകത്തെല്ലാം മുളക് പൊടി ഇങ്ങനെ വിതറിയിരിക്കുക. അപ്പം ആ കുട്ടീനോട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ എല്ലാം ചോരയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് ചോരയാണോ എന്ന് നോക്കി ചെല്ലുമ്പം ആ ഡൈനിങ് ടേബിളിൻ്റെ ഒരു സൈഡിലായിട്ട് ഇദ്ദേഹത്തെ കയ്യും കാലും ഒക്കെ കെട്ടി പെടലിയൊക്കെ വരിഞ്ഞ് മുറുക്കി തുടയെല്ലാം കെട്ടി ഇട്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കണം, 13 വയസ്സുകാരിയുടെ ഒരു ബുദ്ധി ഇത്രമാത്രം ക്രിമിനൽ മൈൻഡുള്ള ഒരു കുട്ടിയാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഈ കൊച്ചുമകൾ ഇപ്പോൾ ഈ കാര്യങ്ങൾ വേറെ ഒരു വഴിക്ക് തലതിരിച്ചു വിടാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് ഓഫീസർ പറയുന്നത്. കാരണം ബാഡ് ടച്ച് പോലത്തെ രീതിയിലുള്ള ചില മോശമായ സ്പർശനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും 13കാരിക്ക് നേരെ ഉണ്ടായിരുന്നു. അതിലുള്ള വൈരാഗ്യമാണ് കാമുകനോട് പറഞ്ഞിട്ട് ഇത്തരത്തിൽപ്പെട്ട ഒരു കൊല നടത്തണമെന്നും അതുപോലെ തന്നെ അതെനിക്ക് നേരിട്ട് കാണണമെന്നും അത്രമാത്രം വൈരാഗ്യം എനിക്ക് അദ്ദേഹത്തോടുണ്ട് എന്ന് ഈ കുട്ടി പറഞ്ഞിരുന്നതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഐഫോൺ വാങ്ങാനും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് വാഹനം വാങ്ങാനുള്ള പൈസ കൂടി കണ്ടെത്തുക എന്നൊരു ലക്ഷ്യം ഇതിനുണ്ടായിരുന്നു തന്നെയാണ് പോലീസ് ഓഫീസർ ഇപ്പോൾ പറയുന്നത്. നമുക്ക് പോലീസ് ഓഫീസറുടെ വാക്കുകൾ കേൾക്കാം. കൊല്ലത്തു നിന്നുള്ള ഈ ഒരു പെൺകുട്ടിയുടെ ഒരു കാമുകനും സുഹൃത്തും ആയൊരു യുവാവും അയാളുടെ സുഹൃത്തുക്കളും കൂടി ഇവിടെ വന്നിട്ട് ഈ ഒരു ക്രൈം ചെയ്തതായിട്ടുള്ള ഇൻഫർമേഷൻ പോലീസിന് ലഭിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ പ്രേരണയിലാണ് ഇവർ വരുന്നത്. സ്വർണവും പൈസയും അപഹരിക്കാന്നുള്ളൊരു പ്ലാനോട് കൂടിയാണ് ബോയ് ഫ്രണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നത്. അതുകൂടാതെ ഈ പെൺകുട്ടി ഇദ്ദേഹം ബാഡ് ടച്ച് ചെയ്തിട്ടൊക്കെ ഇയാളോട് പറഞ്ഞിട്ട് ഒരു റിവെഞ്ചിൻ്റെ ഒരു ആംഗിൾ കൂടി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ കേട്ട് കാണും നിങ്ങൾ. അതുപോലെ തന്നെ സ്വർണം പണയം വെക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു
പ്രായപൂർത്തിയായ ആളുടെ സഹായം കൂടി ഈ ഒരു കേസിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ പണയം വെച്ച 6 പവൻ സ്വർണവും കണ്ടെത്താൻ വേണ്ടി പോലീസിന് സഹായിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കുട്ടിയുടെ മൊഴിയിലെ ചില വൈരുദ്ധ്യങ്ങളാണ് പോലീസിന് സംശയം തോന്നിയതും അതിനുശേഷം ഈ കുട്ടിയുടെ ഫോൺ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കിയപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട ചാറ്റുകളും മറ്റുമെല്ലാം പോലീസിനെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചത്. അതാണ് ഈ കേസിനെ ഇത്രമാത്രം സങ്കീർണമാക്കിയത് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. നമുക്ക് ഞെട്ടാൻ വേറെ എവിടെയും പോകണ്ട. കേരളത്തിൽ ആദ്യത്തെ ഒരു കൊലപാതകമാണ്. കാരണം നമ്മൾ പല രീതിയിലുള്ള പ്ലാന്റ് മർഡറുകളും അതുപോലെ തന്നെ കൊട്ടേഷൻ കേസുകളുമെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ 13 വയസ്സുള്ള കൊച്ചുമകൾ മുത്തശ്ശനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സംഭവമായിരിക്കും ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനൊപ്പം കൂട്ടുകാരായിട്ട് വന്നത് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു കാമുകനും അതുപോലെ തന്നെ 3 കൗമാരക്കാരും തീർച്ചയായിട്ടും എല്ലാം കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല ഇത്രയും വലിയ ഒരു ക്രൂരകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും പ്ലാൻഡ് ആയിട്ട്, അതുപോലെ തന്നെ തെളിവുകളെല്ലാം നശിപ്പിക്കാൻ കയ്യേറുകൾ ഉപയോഗിച്ച് മുളക് പൊടി വിതറിയിട്ട് ഒന്നും നടക്കാത്ത പോലെ കട്ടിലിൽ കെട്ടിയിട്ട് തുണി കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം അവർ ഒന്നും നടക്കാത്ത പോലെ ട്രെയിൻ കയറി പോകുന്നു. പിറ്റേന്ന് രാവിലെ വരെ ആ കുട്ടി അതെല്ലാം മറച്ചു വെക്കുന്നു. അതിനുശേഷം വീട് അടഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് അയൽവാസികളെ വിളിച്ചു കൊണ്ടുവന്ന് കാണിക്കുന്നു. അപ്പോഴാണ് അവിടെ ഇദ്ദേഹത്തെ കാണുന്നത്. മുളക് പൊടിയെല്ലാം രക്തം തെറിച്ചതാണ് എന്നൊക്കെയാണ് ആ കുട്ടി ആദ്യം പറഞ്ഞത്. ഇതിലെല്ലാം തന്നെ പോലീസ് സംശയമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഏതായാലും കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു നാടിന് ഇതുവരെ ആ ഒരു ആഘാതത്തിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമാണ്. നമ്മുടെ കുട്ടികളുടെ ഒരു ക്രിമിനൽ മൈൻഡ് തീർച്ചയായിട്ടും നാട്ടുകാരെ മാത്രമല്ല എല്ലാവരെയും ഇത് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. കേരളത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരു കൊലപാതകമാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.